സീസം ച മേ ശ്യാമം ച മേ ത്രപുശ്ച മേ ഊർ ച മേ സുഹൃതാ ച മേ. കോപ്പർ, പ്യൂറസ്റ്റ് കോപ്പർ, അയോൺ, അതുപോലെ സ്വർണം, വെള്ളി, കോപ്പറിന്റെ അലോയ്, സീസം, ഈയം, വെളുത്തീയം, കർത്തീയം, ഇത് മുഴുവനും വിവരിക്കുന്ന ഒരു വേദമന്ത്രമാണ്. അത്ര ഗംഭീരമായിട്ടുള്ള വേദമന്ത്രം. ഇതൊക്കെ ഇവിടെ നിലനിന്നിരുന്നു എന്ന് വേദത്തിലൂടെ അറിയാൻ സാധിക്കും. ലാസ്റ്റ് പാരഗ്രാഫ് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, 15 മിനിറ്റ് കൂടി പോകാമോ? ആ വേദമാണ് എല്ലാ അറിവും എന്ന് പറയാൻ കാരണം ഇനി പറയാൻ പോകുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേദത്തിൽ നിന്ന് യാഗയജ്ഞഭാവമായ ബ്രാഹ്മണങ്ങള്, വേദത്തിൽ നിന്ന് ബ്രാഹ്മണ ഗ്രന്ഥങ്ങള് പ്രോസിലെഴുതി ലൗകികമായ യാഗകർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും 50-55 വയസ്സ് കഴിയുമ്പോൾ സന്യാസത്തിനും വാനപ്രസ്ഥത്തിനും പോകേണ്ടവർക്ക് കാട്ടിൽ വെച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ വെച്ച് ചെയ്യേണ്ട മോക്ഷേഷ്ടികള് വേദത്തിന്റെ അടിസ്ഥാനത്തില് ആരണ്യകങ്ങളുണ്ടായി. വാനപ്രസ്ഥത്തിനും സന്യാസത്തിനും പോകുന്നവർക്ക് മോക്ഷത്തിലേക്ക് പോകാൻ ഇതിൽ നിന്ന് മോചനം നേടാനുള്ള ആരണ്യകങ്ങള്. തത്വശാസ്ത്രത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്ന വേദാന്തങ്ങള് 108 ഉപനിഷത്തുക്കൾ വേദങ്ങളിൽ നിന്നുണ്ടായി. വേദങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ നേതാവ് പറയുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. അത് വേദത്തിന്റെ ഭാഗമാണ്, വേദങ്ങളിൽ നിന്നുണ്ടായി ഞാൻ പറഞ്ഞത്. ഓരോ അക്ഷരവും വാക്കുകളിൽ ചേർത്ത് വാക്കുകൾ തമ്മിലുള്ള അകലം, വരികൾ തമ്മിലുള്ള അകലം, പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ് പറയേണ്ടത് എന്ന് വേദത്തിൽ നിന്ന് 18 ശിക്ഷാ ഗ്രന്ഥങ്ങളുണ്ടായി. 18 ശിക്ഷാ ഗ്രന്ഥങ്ങള്. ഈ വേദത്തിലെ വാക്കുകള് ഹൃദയം, ആഹരതി ഇതി ഹൃ, ദദാതി ഇതി ദ, അയതി ഇതി അയം, ആക്സെപ്റ്റിംഗ്, ഗിവിംഗ്, സർക്കുലേറ്റിംഗ്. അതുകൊണ്ട് ഹൃദയം, ഹൃദയം എന്ന വാക്കുണ്ടായത്. സമാദ്രവതേ ആവഹ ഇതി സമുദ്ര, സമുദ്രം എന്ന വാക്ക് എക്കാലവും ഒരേ അളവിൽ വെള്ളമുള്ളതേതോ അത് സമുദ്രം. ശീര്യതേ ഇതി ശരീര, നശിക്കുന്നതേതോ അത് ശരീരം. എന്ത് ഭംഗിയായിട്ടാ ഈ 24,000-ൽ പരം സംസ്കൃത വാക്കുകള്, പിന്നെ അതിന്റെ റൂട്ടുകൾ വേറെ ഉണ്ട്. ആ വാക്കുകൾ ഉണ്ടായത് വേദത്തിൽ നിന്ന് നിരുക്ത ഗ്രന്ഥം, യാസ്കാചാര്യൻ എഴുതിയ നിരുക്തം. വേദത്തിൽ നിന്ന് ശിക്ഷാഗ്രന്ഥം 18, വേദത്തിലെ വാക്കുകളുണ്ടായ 18 നിരുക്ത ഗ്രന്ഥങ്ങള്, വേദത്തിൽ നിന്ന് കവിതാ രചനാ നിയമങ്ങള്, ഛന്ദശാസ്ത്രം, പിംഗളാചാര്യന്റെ ഛന്ദശാസ്ത്രം. വേദത്തിൽ നിന്ന് ശരിക്ക് ശിക്ഷ, നിരുക്തം, വ്യാകരണം, പെർഫെക്റ്റ് ഗ്രാമർ. ലോകത്തില് അബ്സ്ട്രാക്ട് എഴുതാൻ പറ്റാത്ത 3 പുസ്തകങ്ങളാണ് ഉള്ളത്. ഒന്ന് ചാണക്യന്റെ അർത്ഥശാസ്ത്രം, അബ്സ്ട്രാക്ട് എഴുതാൻ പറ്റില്ല. 2 പാണിനിയുടെ അഷ്ടാധ്യായി. 3 ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഇതിന് അബ്സ്ട്രാക്ട് എഴുതാൻ പറ്റില്ല. ഒരു വാക്കുപോലും അതില് അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഒരു വാക്കുപോലും അനാവശ്യമായിട്ട് ഉപയോഗിക്കാത്ത 3 ഗ്രന്ഥങ്ങള്. അത് മറ്റൊരു പുസ്തകമാക്കണമെങ്കിൽ അത് അതേപോലെ പകർത്തല്ലാതെ സാധിക്കില്ല. അപ്പോ സംസ്കൃതത്തിനെന്നല്ല, ഭാരതത്തിലെ 22 ഭാഷകൾക്കെന്ന് മാത്രമല്ല, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകൾക്കുൾപ്പെടെ വ്യാകരണം, ഗ്രാമർ എഴുതിയത് BC 330 പാണിനി എഴുതിയ 8 അധ്യായങ്ങളുള്ള വ്യാകരണം. അത് വേദത്തിൽ നിന്നാണ് ഉണ്ടായത്. വേദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞാൽ എന്താകും? അതിന്റെയൊക്കെ അർത്ഥം ഒരു വരി പറയാൻ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക. പാണിനി എന്ന് പറയുന്ന ആള് തനി ബുദ്ധു ആയിരുന്നു, അത്രേ എനിക്ക് അറിഞ്ഞൂടാ. ഗുരു അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹം കാട്ടിലൂടെ നടന്ന് പോയപ്പോ
ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പാണിനിയോട് ചോദിച്ചു. കഥയാ, ഇനി കഥയാ, മറ്റേത് ചരിത്രം, ഇനി കഥയാ. പാണിനിയോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേദത്തിന് വ്യാകരണം എഴുതണം. ഇത്രയും തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത പാർട്ടി നീ എങ്ങനെയാ വ്യാകരണം എഴുതാൻ പോകുന്നത്? നിങ്ങൾ പറഞ്ഞു തരണം, ഞാൻ എഴുതാം. അപ്പൊ ശിവനും പാണിനിയും തമ്മിലുള്ള എഗ്രിമെന്റ് എന്താ? എഗ്രിമെന്റ് ശിവൻ പറഞ്ഞു, ഞാൻ ആൽമരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ആലിന്റെ ഇലയിൽ വ്യാകരണം എഴുതി താഴത്തേക്കിടാം. ഒരു കാരണവശാലും നീ മുകളിലേക്ക് നോക്കരുത്. എഴുതിയിട്ടിരിക്കുന്നത് പകർത്തിക്കൊള്ളണം. അത് വേദത്തിലെ വ്യാകരണമാണ്. പാണിനി സമ്മതിച്ചു. അത് മുഴുവൻ വ്യാകരണം എഴുതിയപ്പോ പാണിനിക്ക് ഒരു സംശയം. വേദത്തിന് 7 സ്ഥലത്ത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. 7 സ്ഥലത്ത് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ദേ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ ഹാവ് എന്ന് എഴുതേണ്ട സ്ഥാനത്ത് ദേ ഹാസ് എന്ന് എഴുതിയാൽ ഗ്രാമർ മിസ്റ്റേക്ക് അല്ലേ? ഹി ഹാസ്, ഷീ ഹാസ് എന്ന് എഴുതേണ്ട സ്ഥാനത്ത് ഷീ ഹാവ് എന്ന് എഴുതിയാൽ ഗ്രാമർ മിസ്റ്റേക്ക് അല്ലേ? അങ്ങനെ ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് പാണിനിക്ക് തോന്നി. പാണിനിക്ക് മുകളിലേക്ക് നോക്കി ചോദിക്കണമെന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ പിന്നെ താഴത്തേക്ക് ഇടുന്നത് നിർത്തും. അപ്പൊ പാണിനി എന്ത് ചെയ്തു അറിയോ? ഈ വ്യാകരണ പുസ്തകത്തില് ബ്രാക്കറ്റിൽ എഴുതി ഇതി ആര്യമത. ഞാൻ എഴുതിയതല്ല, കാർമർ എഴുതിയതാ. ഇതി ആര്യമത ഞാൻ എഴുതിയതല്ല. എന്റെ അഭിപ്രായ പ്രകാരം ഇത് ഗ്രാമർ മിസ്റ്റേക്കാ. കാർമറുടെ അഭിപ്രായ പ്രകാരം ഗ്രാമർ മിസ്റ്റേക്ക് അല്ല. ബാക്കി നിങ്ങൾ എന്താ പഠിച്ചാൽ ചെയ്തു. ഇത്രയും പെർഫെക്റ്റ് ഉള്ള ഗ്രാമർ, ഈ ഗ്രാമർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രാമർ. എന്നെങ്കിലും ഒരു ദിവസം വന്നിട്ട് അതിന്റെ പുറകിൽ ജർമ്മൻകാർ പഠിച്ചതിനെ കുറിച്ച് കൂടി പറയാം. ഇന്ന സമയം കുറെ ആയി. അപ്പോ ശിക്ഷാ ഗ്രന്ഥങ്ങൾ 18, വ്യാകരണ ഗ്രന്ഥങ്ങൾ 18, ഛന്ദശാസ്ത്ര ഗ്രന്ഥങ്ങൾ 18, നിരുക്ത ഗ്രന്ഥങ്ങൾ 18, കൽപ്പശാസ്ത്ര ഗ്രന്ഥങ്ങളില് 4 എണ്ണം: ബൗദ്ധായന കൽപ്പം, ആപസ്തംഭ കൽപ്പം, കാത്യായന കൽപ്പം, മാനവകൽപ്പം. അതിനകത്ത് 5 ശാഖ വീതം: ശ്രൗതസൂത്രം, ഗൃഹ്യസൂത്രം, ധർമ്മസൂത്രം, പിതൃമേധസൂത്രം, പ്രായശ്ചിത്തം. അത് എത്രയാ? ഒരു പ്ലാസ്റ്റിക് കസേരയിലിരുന്നാല് വലത്തെ കൈവയ്ക്കാൻ ഒരു പുസ്തകം മതി. അത്ര പൊക്കമുണ്ട്. അത്രയും പേജുകളുള്ള കൽപ്പശാസ്ത്രം വേദത്തിൽ നിന്നുണ്ടായി. ജ്യോതിഷം, മാത്തമാറ്റിക്സ്, അസ്ട്രോണമി, പ്രൊഡിക്ഷൻ പാർട്ട്. മാത്തമാറ്റിക്സ് ഗ്രന്ഥം വേദത്തിന്റെ ഭാഗം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്. അസ്ട്രോണമി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്. പ്രൊഡിക്ഷൻ പാർട്ട് കുറച്ച് ഗ്രന്ഥങ്ങള്. AD 505 വരാഹം വീരാചാര്യൻ എഴുതിയ ബൃഹത് ജാതകം, ഹോരശാസ്ത്രം തുടങ്ങിയ കുറച്ച് ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ വേദത്തിൽ നിന്നാണ്ടായത്. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഭഗവത്ഗീതയല്ല, വേദമാണ്. അടിസ്ഥാന ഗ്രന്ഥം ഭഗവത്ഗീതയല്ല, വേദമാണ്. ആ വേദത്തിന്റെ ഉപവേദമാണ് ഋഗ്വേദത്തിന്റെ ഉപവേദം അർത്ഥശാസ്ത്രം, എക്കണോമിക്സ്. അർത്ഥശാസ്ത്രം, എക്കണോമിക്സ്. ഒരു വരി. ഒരു 5 കൊല്ലം മുമ്പ് മലയാളിയായ രാധാകൃഷ്ണൻ ബോംബെയിലെ താജ് ഹോട്ടലില് ഈ ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രം, ചാണക്യൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്ന് ചാണക്യ നീതിസാരം, അത് മാനേജ്മെന്റാണ്. 2 ചാണക്യ അർത്ഥശാസ്ത്രം, എക്കണോമിക്സ് ആണ്, ഭരണത്തെ കുറിച്ചുള്ളത്. ആ ചാണക്യ അർത്ഥശാസ്ത്രത്തെ കുറിച്ചൊരു സമ്മേളനം വെച്ചു. എന്നെ വിളിച്ചിരുന്നു. കേൾക്കാനെങ്കിലും വരണം. ഞാൻ പറയും, എനിക്ക് അർത്ഥശാസ്ത്രം ഒന്നും അറിഞ്ഞൂടാ, ഞാൻ വെറുതെ വന്നിട്ട് ടൈം വേസ്റ്റാണ് നിങ്ങൾക്ക്. എത്ര പേരെ പ്രതീക്ഷിക്കുന്നു രാധാകൃഷ്ണൻജി? ഒരു 250 പേര് വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. താജ് ഹോട്ടലിൽ വെച്ച് 250 പേര് വന്ന് ഞാൻ ചെലവ് പറ്റുമോ? സാരമില്ല, എൻ്റെ ശമ്പളത്തിന്റെ പകുതി അങ്ങോട്ട് പോട്ടെ. എന്താ സംഭവിച്ചറിയോ? 350 ഇന്ത്യക്കാരും 2800 ഫോറിനേഴ്സുമായിരുന്നു വന്നത്. ആ മനുഷ്യൻ തലയുറ്റി വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഇത്ര ആൾക്കാർ വന്നത് കണ്ടിട്ടാണ്. ഒന്ന് നോക്കാം, BC 300 എഴുതിയ, ശരിക്കും ചാണക്യൻ ഈ അലക്സാണ്ടറുടെ കൂട്ടത്തിൽ ചന്ദ്രഗുപ്തനെ വളർത്തിയെടുത്ത പാർട്ടിയാ ഈ ചാണക്യൻ. അങ്ങേരെ എഴുതിയ എക്കണോമിക്സ് ആണ് ഒരു ഇന്റർനാഷണൽ സെമിനാറില് 2500-ലധികം ഫോറിൻ ഡെലിഗേറ്റ്സ് വന്നത്. എന്ന് ആലോചിച്ച് നോക്കാം. ആ അർത്ഥശാസ്ത്രം ഋഗ്വേദത്തിന്റെ ഉപവേദം. യജുർവേദത്തിന്റെ ഉപവേദമാണ് ധനുർവേദം. ആ ധനുർവേദമാണ് യുദ്ധനീതികൾ ഇന്ന്
ചെയ്തോ? അശോകാരിഷ്ടം ബാൻ ചെയ്തോ? അഷ്ടചൂർണം ബാൻ ചെയ്തോ? പിന്നെ ദ്രാക്ഷാരിഷ്ടം ബാൻ ചെയ്തോ? എന്തേ ആയുർവേദത്തിലെ ഒന്നും ബാൻ ചെയ്യാത്തെ? അത് 2300 വർഷങ്ങൾക്ക് മുമ്പ് ചരകൻ, പിന്നീട് വാഗ്ഭടാചാര്യനും അഷ്ടാംഗ സംഗ്രഹത്തിലും അഷ്ടാംഗ ഹൃദയത്തിലും പിന്നെ സഹസ്രയോഗത്തിലും ഒക്കെ എഴുതിയ ആ മരുന്നുകളുടെ ആ നിർമ്മാണ പ്രക്രിയ എത്ര വർഷമായി ഇപ്പോഴും നിലനിൽക്കുന്നു? ആയിരക്കണക്കിന് വർഷമായിട്ട് നിലനിൽക്കുന്നു. ഈ മരുന്നുകളെല്ലാം 30 കൊല്ലം പോലും നിൽക്കാത്തത് അതെന്തിനാ ബാൻ ചെയ്യുന്നേ? അപ്പോ ഈ ഇടക്കാലത്ത് വന്ന പലതും കാലചക്രം തിരിയുമ്പോൾ നിലനിൽക്കാൻ യോഗ്യതയില്ലാത്തതാണ്. പണ്ടുണ്ടായിരുന്ന പലതും കാലചക്രം തിരിയുമ്പോഴും നിലനിൽക്കാൻ യോഗ്യതയുള്ളതാണ്. ആ ആയുർവേദം അഥർവവേദത്തിന്റെ ഉപവേദമാണ്. സ്ഥാപത്യവേദം അഥർവവേദത്തിന്റെ ഉപവേദം. ചിലർ ഋഗ്വേദത്തിന്റെ പറയും. വാത്സ്യായന മഹർഷി എഴുതിയ കാമശാസ്ത്രവും അഥർവവേദത്തിന്റെ ഉപവേദം. ആ ഗ്രന്ഥങ്ങളെല്ലാം വേദത്തിൽ നിന്നാണ് വന്നത്. ഇതൊക്കെ ബൈഹാർട്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ പൈതൃകത്തിന്റെ മഹത്വം അത് വെറുതെ എങ്കിലും കേട്ട് മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളോട് ആ ഒരു വലിയ പറയാനുള്ളൂ. ഈ 950 വർഷത്തെ വിദേശാക്രമണത്തിനും അടിമത്വത്തിനും ശേഷവും നമ്മുടെ പൈതൃകം നിലനിൽക്കുന്നു. അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിച്ചില്ലെങ്കിൽ വേറെ ആരും അത് കൊടുക്കാൻ ഉണ്ടാവില്ല. 3% സമയം, 3% ഊർജം അതിനു വേണ്ടി മാറ്റിവെച്ചാൽ ഗോപാലകൃഷ്ണൻ ഉറപ്പ് പറയുന്നു, ഈ സംസ്കാരം തകരില്ല. എനിക്ക് വേദന തോന്നി. നമ്മുടെ സംസ്കാരത്തെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ, ഒരു വിഭാഗം അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും മതപരിവർത്തനം നടത്തുന്ന കാഴ്ച വേദനാജനകമാണ്. ഇന്ന് കന്യാകുമാരി ജില്ലയിലെ 90% കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു. 90% കൺവെർട്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് കന്യാകുമാരി ജില്ലയിലേക്ക് കയറിയാൽ ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും 100% ക്രിസ്ത്യൻസാണ് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു. ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ച്. പിന്നെ ഒരു വിഭാഗം ഇസ്ലാം, ഈ ലവ് ജിഹാദും മറ്റു രീതിയിലും കൂടി ഈ ധർമ്മത്തെ ഹിന്ദുക്കളായി ജനിച്ച് ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവർ. ജി സുധാകരൻ മിനിഞ്ഞാന്ന് പറഞ്ഞു, വിളക്ക് കത്തിക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പപ്പടം കാച്ചാമെന്ന്. 93 വയസ്സായിട്ട് അച്യുതാനന്ദന് കൊടുത്തിരിക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ പോസ്റ്റും 14 സപ്പോർട്ടിംഗ് സ്റ്റാഫും ആ റൂമിലെ AC-യും കാറിലെ ഡ്രൈവറും ഉണ്ടെങ്കിൽ സത്യത്തില് ഒരു കോർപ്പറേഷന്റെ ബഡ്ജറ്റ് അതിനകത്ത് ഉണ്ടാക്കാം. എന്താ അദ്ദേഹം ചെയ്യുന്നത് അവിടെ? ഇവിടെ വിളക്ക് കത്തിക്കുന്ന എണ്ണ പപ്പടം കാച്ചാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞൊരു വ്യക്തി ക്രിസ്ത്യാനിയെ കുറിച്ച് പറയില്ല, മുസ്ലിമിനെ കുറിച്ച് പറയില്ല. മൃദാനന്ദമയിക്കെതിരെ ഒരു സ്ത്രീ എന്തോ പറഞ്ഞപ്പോ ജോൺ ബ്രിട്ടാസ് കൈരളി ചാനലില് തകർത്ത ആടി. ഞാൻ വിഷയം മാറിപ്പോയതല്ല. ഇനി ഞാൻ അവസാനത്തെ വരി പറയാൻ വേഗത്തിലേക്ക് വരാം. ഒരു പള്ളിയിലെ അച്ഛൻ, ബിഷപ്പിന്റെ ഗ്രേഡിലുള്ള ആള്, 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെ പിഴപ്പിച്ചപ്പോ 2 ജീവപര്യന്തം ഹൈക്കോടതി കൊടുത്തപ്പോ എന്തേ ആ അച്ഛന്റെ ഇന്റർവ്യൂ നടത്തിയില്ല? അറിയാം, കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ലൊരു സദസ്സാണ്. ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ, അത് ജയരാജനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും ഇടതുപക്ഷത്തിലുള്ളവരാണെങ്കിലും ഒരു വശത്ത് ശ്രമിക്കുന്നു. ഒരു വിഭാഗം ക്രിസ്ത്യാനികള്, മറ്റൊരു വിഭാഗം മുസ്ലിങ്ങള്, ഒരു വിഭാഗം ബുദ്ധിജീവികള്, ഒരു വിഭാഗം നിരീശ്വരവാദികള്, എല്ലാം അടിക്കുന്നത് ഹിന്ദുവിനെതിരെ മാത്രം. ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്നു, ഒരു ഹിന്ദുവായി ജനിക്കാൻ പ്രാർത്ഥിക്കണം.
സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഒരു ഹിന്ദുവാകാൻ ഭാരതമാതാവിനോടും ജഗദീശ്വരനോടും യോഗീശ്വരന്മാരോടും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പൈതൃകത്തിൻ്റെ നന്മകൾ അടുത്ത തലമുറയ്ക്ക് എത്തിക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. 7 ദിവസം നീണ്ടു നിൽക്കുന്ന വേദത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എത്ര നിങ്ങൾക്ക് നാളെ മുതൽക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അത് മനസ്സിലാക്കി പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുക. പഠിച്ച് പഠിപ്പിച്ച് പ്രതികരിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുക. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് പുസ്തകങ്ങളും ബ്രോഷറുകളും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് പുരാണത്തെക്കുറിച്ചുള്ള പാരഗ്രാഫ് ഉണ്ട്, മഹാഭാരതത്തെക്കുറിച്ചുള്ള പാരഗ്രാഫ് ഉണ്ട്, വാൽമീകി രാമായണത്തെക്കുറിച്ചുള്ള അഗാധമായ ഇൻഫർമേഷൻ, വേദത്തെക്കുറിച്ചും ഉപനിഷത്തിനെ കുറിച്ചുമുണ്ട് കയ്യിൽ തന്നിരിക്കുന്ന ബ്രോഷറിൽ. അതുപോലൊരു സെറ്റ് അവിടെ ഉണ്ട്. വീണ്ടും അഭ്യർത്ഥിക്കുന്നു, വേദം പഠിക്കാൻ CD-യും പുസ്തകവും ഉൾപ്പെടെ അകത്ത് വെച്ച സെറ്റ് ഉണ്ട്. ആ CD ഓൺ ചെയ്ത് പുസ്തകം വായിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് വേദത്തിന്റെ സ്വരം കുറേയൊക്കെ കിട്ടും. പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ CD-യാണ്. ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സാമവേദം, അഥർവവേദം ഡിജിറ്റലൈസ് ചെയ്ത കംപ്ലീറ്റ് വേദം ലോകത്തിലെ ഒരിടത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടില്ല, ഒരിടത്തുനിന്ന് കിട്ടില്ല. 5ഉം അവിടെ ഉണ്ട്. കുറേ പുസ്തകങ്ങൾ, പെൻഡ്രൈവുകൾ, CD-കൾ. ഇത് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഓരോ നിർബന്ധവും ഇല്ല. മുകളിലുള്ളവരോടും ചുവട്ടിലുള്ളവരോടും പറയുന്നു, ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഒരു നിർബന്ധവും ഇല്ല. വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊന്നിനും കോപ്പിറൈറ്റ് ഇല്ല, ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി എടുത്ത് എത്ര പേർക്ക് എത്തിക്കാൻ പറ്റുമോ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. സാധിക്കുന്ന അത്രയും ഫേസ് ഗ്രൂപ്പ്, ഫേസ് പേജ്, ട്വിറ്റർ, സാധിക്കുമെങ്കിൽ ബ്ലോഗ്, അതേപോലെ വാട്സപ്പ്, യൂട്യൂബ്, എന്തെങ്കിലും നിങ്ങളും തുടങ്ങുക. നമുക്ക് 42 ലക്ഷം മിഷണറിമാരില്ല, മദ്രസകളില്ല ഗവൺമെന്റ് ചെലവിൽ പഠിപ്പിക്കാൻ. പക്ഷേ ഈ അൾട്രാ മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കാൻ ഹിന്ദുവിന് സാധിക്കും. ഹിന്ദുവിനെ സാധിക്കുള്ളൂ. ആ ഹിന്ദു എന്ന വാക്ക് പോലും ഇന്ന് വർഗീയമാണ്. ക്രിസ്ത്യാനി അഭിമാനത്തോടുകൂടി ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് വർഗീയമല്ല. മുസ്ലിം അഭിമാനത്തോടുകൂടി ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത് വർഗീയമല്ല. ഹിന്ദു ഹിന്ദുവാണെന്ന് പറയുന്നത് മാത്രം വർഗീയം. അതുകൊണ്ട് അറിയാൻ സാധിക്കട്ടെ. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംസ്കാരത്തെ കുറിച്ച് പഠിച്ച് പഠിപ്പിക്കുക. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഉള്ളത് അതിൽ തുടരുക, അതിൽ തുടരുക. എന്നിട്ട് പഠിച്ച് അതിനകത്തുള്ളവരെയും പഠിപ്പിക്കുക. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ പ്രദേശത്ത് പ്രഭാഷണങ്ങൾ ധാരാളമുണ്ട്. അത് അറിയണമെന്നുള്ളവർക്ക് ചുവട്ടിൽ ഒരു ചെറിയ സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ മൊബൈൽ നമ്പറും ഇമെയിലും എഴുതിയിട്ടാൽ തീർച്ചയായിട്ടും ഇവിടെ പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ SMS കിട്ടും, ഇമെയിൽ മെസ്സേജ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും നീട്ടത്തിലുള്ള ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും കർമ്മനിരതമായി മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ചും കമ്പ്യൂട്ടറിലൂടെ മനസ്സിലാക്കാൻ ആ സ്ലിപ്പും മൊബൈൽ ഫോണിൻ്റെ ചെറിയ സ്ലിപ്പിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എടുക്കാം. അവസാനമായിട്ട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു, ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കേന്ദ്രമുണ്ട്. സാധിക്കുമെങ്കിൽ വരിക. അവിടെ ഒരു സ്കൂളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, നന്നായിട്ട് പോകുന്നു. തൃശ്ശൂരിലെ പാറമേക്കാവിൽ പ്രഭാഷണം നടത്തിയപ്പോൾ സ്ഥലം തരാനുണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞതനുസരിച്ച് കൊട്ടിലിൽ തറവാട്ടിലെ വ്യക്തികൾ തന്ന 2 ഏക്കർ, പിന്നെ 7.5 ഏക്കർ വാങ്ങിച്ച് ഏതാണ്ട് 10 ഏക്കറിൽ വിസ്തരിച്ച് കിടക്കുന്ന നാഷണൽ ഹെറിറ്റേജ് സെൻ്റർ ഉണ്ട്. അവിടേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. സാധിക്കുമെങ്കിൽ വരിക.
എല്ലാം ധന്യമായ ഈ വേദിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച്. ഓം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമസ്വതായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാ തേജസ്സേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ 10,000-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരം ഞങ്ങൾക്ക് തന്ന യോഗീശ്വരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിക്കാൻ അനുഗ്രഹാശിസ്സുകളും അവസരങ്ങളും തന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളായ പിതൃക്കളെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന മഹാ തേജസ്സേ, നമ്മളുടെ ശരീരത്തിന് പുറത്തും പ്രവർത്തിക്കുന്ന മഹാ തേജസ്സേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നും 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 പ്രണാമം, പ്രണാമം, പ്രണാമം. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്കും ഇത് സംഘടിപ്പിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണ് അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ